ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ റമളാനൊക്കെ ആയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഏട്ടൻ്റെ മോനിക്ക് വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനും ബാബിയും കുട്ടികളും കൂടിയിട്ടാണ് കേട്ടോ പോണത്. മോൾക്കല്ല മോനിക്കാണ് കേട്ടോ വാക്സിൻ എടുക്കാനുള്ളത്. മറ്റേ 9 മാസത്തെ വാക്സിനാണ് എടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ അങ്ങനെ വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ അടുത്തുള്ള അണ്ടത്തോട് ഗവൺമെൻറ് ആശുപത്രി വന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് വാക്സിനൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. വീട്ടിൽ വന്ന് ഞാൻ പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു നിസ്കരിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അള്ളാഹുർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോളും കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ വൈകിട്ട്. അപ്പോൾ ദേ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ചക്കരമത്തിൻ്റെ ഒരു പകുതി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചക്കരമത്ത എന്നാണ് പറയുക. പിന്നെ തണ്ണിമത്തൻ എന്ന് പറയണവരും വത്തക്ക എന്ന് പറയണവരൊക്കെ ഉണ്ട്. ഇവിടെ ചക്കരമത്ത എന്ന് തന്നെയാണ് കേട്ടോ പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുറച്ച് ആണ് കേട്ടോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എടുത്തിട്ട് കുറച്ച് ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെക്കാട്ടി ക്വാണ്ടിറ്റി കുറച്ചിട്ട് എടുക്കാമെന്നാണെന്ന് വിചാരിച്ചിട്ടുള്ളത്. എല്ലാ ഫ്രൂട്ട്സും കൂടെ ആകുമ്പോൾ പിന്നെ എല്ലാത്തിൻ്റെയും ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ടല്ലോ, കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഫ്രൂട്ട്സിൽ നിന്ന് വെച്ചാൽ മതിയല്ലോ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ പൊരിക്കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല. എല്ലാ ദിവസവും ഫ്രൂട്ട്സ് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അത് എത്രമാത്രം നടക്കുമെന്ന് അറിയില്ല. ഫസ്റ്റത്തെ ദിവസം എന്തായാലും ഞങ്ങൾ ഫ്രൂട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളതും അത് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും നോമ്പിന് പൊരിച്ച കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ പൊതുവേ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും പൊരിച്ച കടി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചക്കരമത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇതേ 2 ഓറഞ്ചും മുസമ്പിയും ആപ്പിളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ലേറ്റായിട്ട് കിച്ചണിൽ കയറാനാണ് ഇഷ്ടം. കാരണം നോമ്പാണല്ലോ. അപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ സമയം പോകാനാണ് നമുക്ക് ഇത്തിരി പണിയുള്ളതല്ലേ. ഒരു 5 to 6 ആ ഒരു ടൈം നീങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈം വെച്ചിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറുക. അപ്പോൾ നമുക്ക് ആ ഒരു സമയം പെട്ടെന്ന് അങ്ങോട്ട് കവറായി പോയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പൊരിക്കാനും ഇതാക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് നേരത്തോടെ കയറേണ്ട ആവശ്യമില്ല കിച്ചണിൽ. പിന്നെ നമുക്ക് ബാക്കിയുള്ള സമയം നിസ്കാരത്തിനും കുട്ടികളെ നോക്കാനും അങ്ങനത്തെ ഓതാനൊക്കെ ഇരിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതേ പിന്നെ കുറച്ച് മുന്തിരി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റേ കുരുയില്ലാത്ത കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് നല്ലോണം കഴിക്കും. അങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ മരുന്നടിക്കുന്ന കാര്യങ്ങളും അതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇത്തിരി ഞാൻ പുറകോട്ട് നിൽക്കാറ്. അപ്പോൾ ഞാനിതൊന്നും എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്. അപ്പോൾ അതങ്ങനെ ഒരു മണിക്കൂറൊക്കെ ഞാൻ അങ്ങനെ ഉപ്പിട്ടിട്ട് അവിടെ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്താണ് അതിന് പാത്രത്തിൽ നിന്ന് പിന്നെയും കഴുകിയെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കഴുകിയിട്ട് കുറച്ച് വേറെടുത്തിട്ട് ആദ്യത്തെ വേണ്ടാത്ത അഴുക്കായത് മുന്തിരിയൊക്കെ മാറ്റിയിട്ട് നല്ല മുന്തിരി മാത്രം എടുത്ത് അതിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് 2 വാശ് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അങ്ങനെ വെക്കും കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഇത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ യൂട്യൂബിൽ എല്ലാ വീഡിയോസിലും എല്ലാവരും പറയാറുണ്ട് ബേക്കിംഗ് സോഡ വെച്ച് കഴുകണതും ഉപ്പിട്ട് കഴുകണതും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണമൊക്കെ. അപ്പോൾ മുന്തിരിയിൽ ഒരുപാട് മരുന്നുകൾ അടിക്കുന്നതാണ് പൊതുവേ പറയുക. അപ്പോൾ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം. പിന്നെ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ നോമ്പിന് ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ബാബി ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൂ പോലെ കുറുമക്കറി ഉണ്ടല്ലോ, അങ്ങനെ വെക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ തേങ്ങ കട്ട് തിന്നാനായിട്ട് ഒരാൾ കിച്ചണിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ തേങ്ങ ചെറിയെടുത്തുനിന്ന് ഇങ്ങനെ കട്ടെടുക്കുന്നത്. ബാബി ഇപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ഫ്രൈ പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വിഷ്വൽസ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോമ്പിൻ്റെ കാര്യം പറഞ്ഞത്. ഒന്നാമത്തെ നോമ്പിന് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൊതുവേ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഈ രണ്ടാമത്തെ നോമ്പിൻ്റെ ഒന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു. ഒന്നാമത്തെ ഫീഡിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുമല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം മോളെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നത്തെ കൊല്ലം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നതുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നാരങ്ങ വെള്ളം കലക്കി വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ നല്ല പോളിംഗ് ഉള്ള റേറ്റാണ് കേട്ടോ നാരങ്ങ വെള്ളം. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കുറേ വെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ ഇത്തിരി പഞ്ചസാരയും ചെറുനാരങ്ങൻ്റെ നീരൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേഗം അടിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കലക്കാനുള്ള മടിക്കാണ് പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത്. അങ്ങനെ. അപ്പോൾ നോമ്പിൻ്റെ കാര്യം പിന്നെ പൊതുവേ വെയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ക്ഷീണം തന്നെയാണെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്.
അപ്പോൾ ഇതിന് ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ നിന്ന്. അപ്പോൾ ഇക്ക വരുമ്പോൾ കുറച്ച് മാഗി ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താഴത്തിന് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ മാഗി, കസ്കസ്, പിന്നെ ഇക്കാടെ വക കുറച്ച് പൊരിച്ച കടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഇന്നില്ല, ഇന്നിത്തിരി സമൂസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. പിന്നെ നന്നാരിയുടെ സിറപ്പ് ഞാൻ പറഞ്ഞാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലത്തെ പാൽ സർബത്ത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അച്ചാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കറി വെക്കാനും പൊരിക്കാനും ഉള്ള. പിന്നെ ബട്ടൂരയും ചപ്പാത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാത്രി ബട്ടൂരയും ചപ്പാത്തിയാണ് ആക്കുന്നത്. രണ്ടും വേണ്ടവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ആദ്യത്തെ നോമ്പിൻ്റെ അന്ന് പത്തിരിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നാരി കൊണ്ട് പാൽ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നന്നാരി സിറപ്പ് പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ സർബത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ച് കസ്കസൊക്കെ ഇട്ടിട്ട് അതങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഐസ് ക്യൂബും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തണുത്തുള്ള. അപ്പോൾ ഭാബി ചിക്കൻ കഴുകിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ തേങ്ങയുടെ നമ്മുടെ വറുത്ത മിക്സ് ഉണ്ടല്ലോ അതും കുറച്ച് കാഷ്നട്ടൊക്കെ കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്ക മുട്ട ബജ്ജിയും സമൂസയും മുളക് ബജ്ജിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പൊരിക്കാനുള്ള ചിക്കൻ കറി വെക്കാനുള്ളത് കുക്കറിൽ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ മസാലയൊക്കെ പിന്നെ മിക്സിയിൽ അടിച്ചിട്ട് നമ്മുടെ ചിക്കൻ വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കണമല്ലോ. അപ്പോൾ അതവിടെ കുക്കറിലാവുന്നുണ്ട്. അപ്പോഴത്തേനും ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ നല്ല സന്തോഷത്തോടെ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ നോമ്പായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കഴുകി വെച്ചു. അപ്പോൾ ഇത് ആ ഒരു സമയത്ത് നല്ല റഷ് ആയിരിക്കുമല്ലോ. അപ്പോൾ അപ്പോഴത്തെ പാത്രങ്ങൾ നമ്മൾ നോമ്പ് തുറക്കാനെടുത്ത പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം ഒന്നുകൊണ്ട് കഴുകിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം നിസ്കാരത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് റൂമിൽ പോയിട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ ബാബിയുടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഭയങ്കര ക്രീമി ടേസ്റ്റ് ആയിട്ട്. മറ്റേ കറിയുടെ പോലെയല്ല, ഇത്തിരിയും കൂടെ നമുക്ക് ഇത്തിരി റിച്ചായി തോന്നും. നമ്മുടെ ചീസ് കറി ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ചിക്കനാണ് കേട്ടോ കായ ഇടാനും കറിക്കൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന്. ഈ ഒരു രാത്രി മാത്രമല്ലേ വേണ്ടൂ. പിന്നെ അത്താഴത്തിന് എല്ലാവരും ചോറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവുക. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് ഒരു ചിക്കനെ 2 ഭാഗമാക്കിയിട്ട് അങ്ങനെ കറി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ബട്ടൂറൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്ത് ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായപ്പോൾ ബട്ടൂറ് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എണ്ണയെ പൊരിച്ചതൊന്നും ഈ സമയത്ത് ഹെൽത്തി ഒന്നല്ല. പക്ഷേ നമുക്ക് വെറുതെ ഒരു കൊതി തോന്നിയപ്പോൾ പിന്നെ മോനിക്ക് വാക്സിൻ എടുത്തിട്ട് പനിക്കണുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരാളെ കൊണ്ട് എല്ലാം പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ബട്ടൂറയും ചപ്പാത്തിയൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോട്ടെന്ന്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉള്ളതുകൊണ്ട് അതും ഇതൊക്കെ കൂടായിട്ട് ഇന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ബട്ടൂറൊക്കെ പൊരിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒപ്പം ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പയും ഇക്കൊക്കെ ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ബാബിയും ഉമ്മയും ബട്ടൂര കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ അങ്ങനെ ചിക്കൻ കറി ഒന്നും കൂട്ടില്ല. ചിക്കൻ തീരെ കഴിക്കാത്ത കാരണം ഉമ്മ ചോറൊക്കെയാണ് തിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറ് നമ്മൾ ഉച്ചക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണികൾക്ക് കൊടുക്കാൻ വേണമല്ലോ. പിന്നെ ഉപ്പാക്ക് ഇപ്രാവശ്യം വയ്യാത്തത് കൊണ്ട് ഉപ്പാക്ക് നോമ്പെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ നോമ്പ് ഇപ്രാവശ്യം പിടിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യം നോമ്പ് പിടിക്കലുള്ള ആളാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഉപ്പാക്ക് വയ്യാത്തതുകൊണ്ട് ഉപ്പ ഇപ്രാവശ്യം നോമ്പെടുത്തില്ല. അപ്പോൾ ഉപ്പാക്കുള്ള ഫുഡൊക്കെ ഉച്ചക്ക് അങ്ങനെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അത്താഴത്തിനൊക്കെ അത് തന്നെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. പിന്നെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.